ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സത്യത്തിൽ അച്ഛൻ്റെ മുഖം കാണുമ്പോഴുണ്ടല്ലോ, ഞാൻ ആദ്യമേ തന്നെ എനിക്കിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം അങ്ങ് പറഞ്ഞാലോ എന്ന് തോന്നുക. ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കാനാണ് എനിക്കിഷ്ടം. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ സുവിശേഷകൻ ആവർത്തിക്കുന്ന വാക്ക് ദൈവം സ്നേഹമാകും. ആ ദൈവസ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തിൻ്റെയും അടിസ്ഥാനം. മഴവില്ലിൽ നിന്ന് 7 വർണ്ണങ്ങൾ വരുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഒന്ന് ഭാര്യാഭർത്തൃ സ്നേഹം, മറ്റൊന്ന് കാമുകികാമുകന്മാരുടെ സ്നേഹം, വേറൊന്ന് മക്കൾ മാതാപിതാക്കളുടെ സ്നേഹം, മറ്റൊന്ന് സ്നേഹിതരുടെ സ്നേഹം. ഇപ്പം ദൈവത്തിൻ്റെ മഴവില്ലിൽ നിന്ന് വരുന്ന സ്നേഹങ്ങൾ പല വിധത്തിൽ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നു. അടിസ്ഥാന ഉറപ്പ് ദൈവം സ്നേഹമാകുന്നു. പണ്ടൊക്കെ കത്തെഴുതും ആദ്യം മുകളിലെഴുതും ഗോഡ് ഈസ് ലവ്. അപ്പം ആ ഒരു ബോധ്യത്തിൽ വളർന്നാൽ ദാമ്പത്യം, സഭ, സമൂഹം എല്ലായിടത്തും ഒരു കൃപ കാണാൻ പറ്റും. ഞാനാ പറഞ്ഞ ദൈവസ്നേഹം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്തൃ സ്നേഹം, കാമുകി കാമുകൻ, സ്നേഹിതർ, മക്കൾ. സത്യത്തിൽ കുടുംബജീവിതം ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇതാണ് അല്ലേ. ശരിക്കും ഭാര്യയും ഭർത്താവുമാണ് ഏറ്റവും നല്ല സ്നേഹിതർ, സുഹൃത്തുക്കൾ, മക്കളും മാതാപിതാക്കളും നല്ല കാമുകി കാമുകന്മാരും എല്ലാവരും അവർ തന്നെയാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ടാവും ജീവിതത്തിൽ. ശരിക്കും ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് കുടുംബജീവിതത്തിൽ? ഒന്നാമത് നമുക്കുണ്ടാകുന്ന തിരിച്ചറിവാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ 366 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു വചനമേ ഉള്ളൂ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് റോമ 8 ക്രിസ്തു എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരി നിൽക്കും? ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും അളക്കുവാൻ അറിവിനെതിരെങ്കിലും ദൈവസ്നേഹത്താൽ പൂരിതരാകാൻ കഴിയട്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം ദൈവം എന്നെ സ്നേഹിക്കുന്നു ഉറപ്പുള്ള ഒരു പുരുഷന് സ്വന്തം ഭാര്യയെ അങ്ങ് സ്നേഹിക്കാൻ തോന്നും. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുറപ്പുള്ള ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ തോന്നും. ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയെ സ്നേഹിക്കാൻ തോന്നും. ഭാര്യയുടെ അപ്പനെയും അമ്മയെ സ്നേഹിക്കാൻ തോന്നും. മക്കളെ സ്നേഹിക്കും, മരുമക്കളെ സ്നേഹിക്കും, നാത്തൂന്മാരെ സ്നേഹിക്കും. കാരണം സ്നേഹം അകത്ത് നിറയുണ്ട്. ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി നടക്കുന്ന സ്ഥലം വാഴക്കുളമാണ്. അവിടുന്ന് നാഷണൽ പെർമിറ്റ് ലോറിയിൽ പൂന, ബോംബെ, താനെ, നാസിക്കിലൊക്കെ പൈനാപ്പിൾ കൊണ്ടുപോകും. എന്താ സംഭവിക്കുന്നത്? ഇഷ്ടംപോലെ പൈനാപ്പിൾ വാഴക്കുളത്തുണ്ട്. അവിടം കൊണ്ട് തീരാത്തപ്പം അത് കയറ്റി അയക്കുക. ഇതുപോലെ ദൈവസ്നേഹം ഇഷ്ടംപോലെ ഉള്ളിലുണ്ട്, അത് കയറ്റി അയക്കുന്നതാണ് ഭാര്യയിലേക്ക്, ഭർത്താവിലേക്ക്, മക്കളിലേക്ക്. അപ്പം അതിനുണ്ടാകണോ ദൈവസ്നേഹം, അത് കൃഷി ചെയ്യണം. ആ സ്നേഹത്തിൽ വളരണം, സ്നേഹത്തിൻ്റെ ബോധ്യം വേണം. അങ്ങനെ വന്നു കഴിയുമ്പം കാണുന്ന ലോകത്തിലെല്ലാം ഈ സ്നേഹത്തിൻ്റെ കാന്തവലയം തീർക്കാനായിട്ട് മനുഷ്യന് സാധിക്കുന്നുണ്ട്. അടിസ്ഥാനം ദാമ്പത്യത്തിലൊക്കെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓർക്കാനുണ്ട്. ദൈവസ്നേഹത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് അത് അചഞ്ചലമാണ്. എപ്പോഴും പറയുമല്ലോ, യേശയ്യ 54:10-11 മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നോട് കൂടിയുണ്ട്. ഈ അചഞ്ചലം എന്ന് വെച്ചാൽ സ്ഥിരത. ഇത് ദാമ്പത്യത്തിലാണ്. എന്തെല്ലാം പറഞ്ഞാലും ആ ഭർത്താവിനെ വിട്ടുപോകാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല. എന്തെല്ലാം പറഞ്ഞാലും ആ ഭാര്യ ഉപേക്ഷിക്കാൻ ഭർത്താവിനും പറ്റുന്നില്ല. ദൈവസ്നേഹാനുഭവം ഇല്ലാത്തവർ ഡൈവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓടാം. പക്ഷെ യഥാർത്ഥ ദൈവസ്നേഹമുണ്ടോ, എന്നാ പാളിച്ചു വന്നാലും, വെള്ളപ്പാണ്ട് വന്നാലും, ഭ്രാന്ത് വന്നാലും, സ്വഭാവയിൽ വെള്ളം കുടിച്ചാലും വലിച്ചാലും പുകച്ചാലും എനിക്ക് അയാളെ വിടാൻ പറ്റും, എനിക്ക് ഇവിടെ വിടാൻ പറ്റുകയില്ല. കാരണം മലകളകന്നാലും കുന്നുകൾ മാറ്റപ്പെടാലും മാറാത്ത ദൈവത്തിൻ്റെ സ്നേഹമുണ്ടോ, ഭാര്യയോട് ഒട്ടിപ്പിടിച്ചിരിക്കും, ഭർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കും, കുഞ്ഞുങ്ങളോട് ചേർന്നിരിക്കും. അതൊരു പ്രത്യേക സ്നേഹമാണ്. അത് കാമമല്ല, വെറുതെ ഉള്ള ഇഷ്ടമല്ല, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടുന്നതാണ്. ഇഷ്ടം ലോകത്തിൽ നിന്ന് വരുന്നതാണ്, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം അത് വന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി സ്വന്തം ഭർത്താവിനെ ഉൾക്കൊള്ളാൻ ഭാര്യയ്ക്ക് പറ്റും, ഭാര്യ ഉൾക്കൊള്ളാൻ ഭർത്താവിനും പറ്റും. ആദ്യമൊക്കെ പറയും തൻ്റെ പെണ്ണിന് കണ്ടിക്കും, തൻ്റെ മോന്തയ്ക്ക് മാന്തും. പക്ഷെ അവസാനം സാരമില്ല, പോട്ടെ, കെട്ടിയ മനുഷ്യനല്ലേ, അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു. അതുകൊണ്ടാണ് ആ ദൈവത്തിന് സ്ഥിരത ഉണ്ട്. ആ സ്ഥിരത നമുക്ക് കിട്ടുന്ന ദൈവസ്നേഹത്തിൽ നിന്നാണ്. ഉറപ്പ്, മരണം വരെ, ഇന്നു മുതൽ മരണം വരെ ആ ഉറപ്പ്, മരണം കൊണ്ട് പോലും വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഡെപ്ത്, അത് ദൈവം തരുന്നതാണ്.
അപ്പം ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹത്തിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവുമല്ലോ. നമുക്ക് മുറിയും അല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്നേഹം കിട്ടാതെ വരുമ്പോഴൊക്കെ. അപ്പോൾ പലപ്പോഴും ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണേത്. അപ്പോൾ അങ്ങനെ ഒരു കുറവുകൾ വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം ശരിക്കും ഞങ്ങൾ ഈ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ? കുറവ് വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ച് കുറവുകളെ സദാ പരിഹരിക്കുന്നവനാണ് കർത്താവ്. അപ്പോൾ ആ സദാ പരിഹരിക്കുന്നവൻ്റെ കരുത്തിൻ കീഴിൽ അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം ലോകത്തുള്ള എല്ലാ സ്നേഹവും ദൈവത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ഒരു കുറവ് വന്നാൽ ആ കുറവിൻ്റെ ശൂന്യത ദൈവത്തിന് നികത്താൻ പറ്റും. ആ രീതിയിൽ ഒന്നത്. രണ്ടാമത് ഈ കുറവ് അനുഭവിക്കാനുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കണം. എൻ്റെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ ഇടപെടൽ കൊണ്ടോ ആണെങ്കിൽ ആ പെരുമാറ്റത്തെ ഞാൻ റീഓർഗനൈസ് ചെയ്യണം. ഏതാണോ കൂടുതൽ തൃപ്തി ഇഷ്ടം തോന്നുന്നത് ആ രീതിയിൽ പെരുമാറ്റത്തെ ഞാനൊന്ന് പുനഃക്രമീകരിക്കുക എന്നുള്ളതാണ് ഇരിക്കുക. അതേസമയത്ത് സ്നേഹം പിടിച്ചു കിട്ടാൻ വേണ്ടി ഗോഷ്ഠികളൊന്നും കാണിക്കല്ലേ. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അകലുകയുള്ളൂ, അങ്ങനെ കാണിച്ചാൽ ഭാര്യയും അകലുകയുള്ളൂ. പണ്ട് ശ്രീനിവാസൻ്റെ പടം പോലെ മാസിക നോക്കി തമാശ വായിക്കുന്ന പണ്ടത്തെ ഇതുണ്ട്. ആ രീതിയിൽ ഒരിക്കലും സ്നേഹം കിട്ടുന്നതല്ല, ഒരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റായിട്ട് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പം അതിന് ചേർന്ന് വിധം നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ക്രമീകരിക്കുക ചെയ്യും. ശരിക്കും ഈ നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ പരാതി, അയ്യോ നമ്മളെ മനസ്സിലാക്കിയില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ സ്നേഹിച്ചില്ല, അല്ലെ അങ്ങോട്ട് സ്നേഹിച്ച പോലെ സ്നേഹം ഇങ്ങോട്ട് കിട്ടിയില്ല. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരാണ്, ഇങ്ങനത്തെ പരാതികളൊക്കെ വരുമല്ലോ. പക്ഷെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരാൾക്കാകുമ്പം പരാതികളുടെ എണ്ണങ്ങൾ ഒരുപാട് കുറയില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറ്റൊരു മോഡൽ പറയുന്നത് വ്യവസ്ഥകളില്ലാത്തൊരു സ്നേഹമാണ്. വ്യവസ്ഥ, മനുഷ്യന് ഒരുപാട് വ്യവസ്ഥകളുണ്ട് സ്നേഹത്തിന്. മഴയില്ലെങ്കിൽ ഞാൻ വരാം, വെയിലാണേ വരികയല്ല, പഠിച്ചാൽ ഞാൻ സമ്മാനം തരാം, പഠിച്ചില്ലേ തരികയല്ല, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമെങ്കിൽ ഞാനും ചെയ്യാം. നമ്മൾ വ്യവസ്ഥകൾ വെച്ച് സ്നേഹിക്കുന്നവരും വ്യവസ്ഥകൾ വെച്ച് കാര്യങ്ങൾ നടത്തുന്നവരുമാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ആ വ്യവസ്ഥയില്ല. അതാണ് ലൂക്ക 15:20. ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ അടുക്കി. ദൂർത്തപുത്രൻ വന്നവൻ പിതാവ് അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. വന്നത് പന്നിക്കുഴിയിൽ നിന്നാണ്. അപ്പം ഞാനാണ് ദൂർത്തപുത്രൻ്റെ അപ്പനെന്ന് പറയും, പിയേഴ്സിന് സോപ്പ് കൊടുക്കും, അവനെ നാറും കുളിച്ചിട്ട് വാ, ഉമ്മ തരാം. ഇത് ചെളിയോടും ചേറോടും കൂടി മുത്ത വിട്ടു. ഇതുപോലായിരിക്കും ഒരു ഭർത്താവിനെ ദൈവം തരുന്നത്. സകല കുറവുകളും സകല പോരായ്മയുള്ള ദൂർത്തപുത്രനെ പോലെ. അവിടെ പിതാവിനെ പോലെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊണ്ട് അവനിലേക്ക് ഭാര്യ എത്തണം. ഒരുപക്ഷെ ഭാര്യ അങ്ങനെ ആയിരിക്കാം. ഇപ്പം വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊണ്ട് അവനിലേക്ക് എത്തണം. എന്നിട്ട് ഓർക്കണം, ദൈവം എനിക്ക് തന്നതാണ് ഏറ്റവും വിലപ്പെട്ട. ആ രീതിയിൽ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പം കുടുംബം സ്വർഗമാവും. ഞാൻ ഓർക്കും, ഇങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചോ, പക്ഷെ നടക്കുകയില്ല ചിലർക്ക്. അപ്പോൾ അതൊരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയല്ലേ? അതായത് നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ പൗലോസ്ലീഹ പറയുന്ന പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കണമെന്നും പരാതി പറയരുതെന്നും എങ്ങനെയൊക്കെ ചെയ്താൽ ഉൾക്കൊള്ളണമെന്നും ഒക്കെ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ഇതൊന്നും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സത്യത്തിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യവസ്ഥ വെക്കാതെ സ്നേഹിച്ചാൽ മതി. ഇപ്പം എന്നോട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യാം. ചില ദമ്പതിമാർ ഈ മാസത്തെ കറണ്ട് ബില്ല് ഞാനാണ് അടച്ചത്, അടുത്ത മാസത്തെ തൻ്റെ ശമ്പളത്തിൽ നിന്നാണ്. ആ വ്യവസ്ഥ വെക്കാൻ പറ്റുകയില്ല. ഇന്ന് ഞാൻ ആ കൊച്ചിനെ കുളിപ്പിച്ചത്, നാളെ താന്. ഇന്ന് ഞാൻ കുക്കിങ് നടത്തി, നാളെ ഇങ്ങനെ ചെയ്തോണം. അങ്ങനെ വെച്ച് പോയാൽ കേരളീയ പശ്ചാത്തലത്തിൽ വിജയിക്കത്തില്ല. വിദേശങ്ങളിലാണെങ്കിൽ പറ്റും. ഇപ്പം ഓരോ പരിപാടി, ഒരുത്തൻ അമേരിക്കയിൽ ജോലിക്ക് പോയി, അവരോട് ചോദിച്ചു നീ ഇപ്പം എവിടെയാണ്? അതായത് ഞാൻ വാഷിങ്ടൺ. നോക്കുമ്പോഴത്തേക്ക് അലക്കിയ നിൽക്കുകയാണ്. വാഷിങ്ടൺ അത് ഞാൻ നിൽക്കുന്നവനാണ്, അവൻ അലക്കിയേ പറ്റുള്ളൂ. എൻ്റെ പണി തന്നെ. അവൻ പറയുന്നു മൈക്രോവേവ് ഓപ്പറേറ്റർ. കാരണം ഭക്ഷണം ചൂടാക്കി കഴിക്കണം, അവൻ തന്നെ കഴിക്കണം. ഇവിടെ അന്തരീക്ഷം പറ്റിയല്ല. ഇവിടുത്തെ നമ്മുടെ ഒരു ഭാരതീയ പശ്ചാത്തലത്തിൽ ഒരാളത് ചെയ്യുന്നു, ഭാര്യയെ അടുക്കള പണിക്കാരിയെ പോലെ കണ്ട് ചെയ്യിപ്പിക്കരുത്. അവളുടെ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെൻ്റായിട്ട് അവൾ ചെയ്യണം. ആ രീതിയിൽ ഭർത്താവും ചെയ്യണം. അതൊരു പരസ്പരധാരണ പോകാമെന്നുള്ളതാണ്. ഈ വ്യവസ്ഥ വെക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരിക. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. അപ്പം ആ രീതിയിൽ ഭർത്താവിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥ ഉണ്ടാകരുത്, ഭാര്യയുടെ സ്നേഹത്തിന് വ്യവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയൊക്കെ സ്നേഹിച്ച് പോകുമ്പം പിന്നെ കുറവൊന്നും തോന്നിയല്ല. എന്നാ കാണിച്ചാൽ ഈ മനുഷ്യൻ ഇങ്ങനെ
അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും. പിണക്കമില്ലാതെ തന്നെ ഇവരോട് എന്നാ പറഞ്ഞില്ല അവൾ അങ്ങനെ അവന് ഉൾക്കൊള്ളാൻ പറ്റും. അല്ലാണ്ട് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്ന് പറഞ്ഞ് തള്ളിവിടുന്നതല്ല, ആ രീതിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് വളരും. അപ്പം അങ്ങനെ വളരണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ച് കൃപയുള്ള ഹൃദയം നമ്മൾ സ്വീകരിക്കണം. അപ്പം അതല്ലേ നമുക്കൊരു പരിഹാര വഴിയായിട്ട് പിന്നെ അതേ ഉള്ളൂ. ഞാൻ ഓർക്കുമായിരുന്നു, ശരിക്കും പ്രാർത്ഥിച്ചവർക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്നും ഇങ്ങനെ തോറ്റു കൊടുത്തുകൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ മനസ്സും അടുത്താകെ പാടെ അങ്ങ് ബോറാകുമല്ലോ ലൈഫ്. അപ്പോൾ ഇതിനോട് ഈ പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെ ഇത് ഞാനിങ്ങനെയാണ് അല്ലെ ഇവളിങ്ങനെയാണ്, ഇതൊക്കെ ഞാനങ്ങ് ഉൾക്കൊണ്ടു എന്ന് പറയാനുള്ളൊരു വലിയ മനസ്സ് ശരിക്കും പ്രാർത്ഥനയിലൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. അതൊരു ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴുമാണ്. അത് തമ്പുരാൻ്റെ ഒരു കൃപയാണ്. ഇത് മതി, ഇങ്ങനെ പറ്റുള്ളൂ, ഇത് മതി എന്ന് പറയാൻ പറ്റുന്നു. ഇപ്പം നമുക്ക് പ്രശ്നം വീണിട്ട് പോരാ, ഭർത്താവിന് കരുതൽ പോരാ, ഭാര്യയ്ക്ക് വൃത്തി പോരാ, കുഞ്ഞുങ്ങൾക്ക് സാമർഥ്യം പോരാ. ഈ പോരാ എന്ന് പറയുന്നിടത്തൊന്നും ബുദ്ധിമുട്ടാണ്. ഇത് മതി എന്ന് പറയാൻ പറ്റിയോ തീർന്നു. വലിയ കഴിവില്ലാത്ത ഭർത്താവ്, ഇയാളെ ദൈവം എനിക്ക് തന്നത് ഇത് മതി. വലിയ മിടുക്കിയൊന്നുമല്ല ഭാര്യ, പക്ഷേ ഇത് മതി. അയൽവക്കത്തെ പിള്ളേരൊക്കെ മിടുക്കരാ, ഈ വീട്ടിൽ വലിയ കഴിവൊന്നുമില്ല, പക്ഷെ ഇത് മതി. വീടിൻ്റെ മുഴുപ്പേ ഉള്ളൂ, ഇത് മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് മറിയമാണ്. പശുശാലയെ പറഞ്ഞു, ഈ ഗോമൂത്രം, ഈ വൈക്കോൽ, ഈ ചാണകം, ഈ പുല്ല് എനിക്കും എൻ്റെ മോനും ഇത് മതി. വേണമെങ്കിൽ ഗബ്രിയേൽ മാലാഖയോട് പറയാമല്ലോ, ഒരു IST കോൾ വിളിച്ച് സത്രം മാനേജരോട് പറ, അകത്തുള്ളൊരു ഔട്ടായിട്ട് മറിയത്തെ അഡ്മിറ്റ് ചെയ്യുക. ഒന്നുമില്ല, നമുക്കിത് മതി. അങ്ങനെ മതിയെന്ന് അമ്മ പറഞ്ഞപ്പോൾ മോനും പറഞ്ഞു ഇത് മതി. പുകഞ്ഞ തിരി അതുപോലെ ഇരിക്കട്ടെ, ഞാനായിട്ട് കെടുത്തുകയല്ല. വളഞ്ഞ ഞാങ്ങനെ ചതഞ്ഞ ഞാങ്ങനെ അതുപോലെ ഇരിക്കട്ടെ, ഞാനായിട്ട് ഒടിക്കുകയല്ല. സമ്മർദ്ദമില്ലാത്ത സാന്നിധ്യമാണെന്ന് മാറി. അപ്പം ഇത് ജീവിതത്തിലാണേലും ഒരു സമ്മർദ്ദമില്ലാത്ത സ്നേഹം. നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ പറ്റിയല്ലോ. ജീവിച്ചു കൊടുക്കുക, അത് കണ്ട് മനസ്സ് മാറി സ്നേഹിക്കുക. അതിന് ഒരു ഭാഗത്തു നിന്ന് വ്യവസ്ഥയില്ലാത്തൊരു സ്നേഹം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുക്കുമ്പം ഇത് നേടാനായിട്ടും പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആർട്ടിക്കിളിൽ കണ്ടതാണ്, ബന്ധങ്ങളെന്ന് പറയുന്നത് കിട്ടാനുള്ളതല്ല കൊടുക്കാനുള്ളതാണെന്ന്. ശരിക്കും ദൈവസ്നേഹമുള്ളവർക്കല്ലേ അങ്ങനെ ചിന്തിക്കാനും കൊടുക്കാനും പറ്റുള്ളൂ. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അങ്ങോട്ട് എന്ത് ചെയ്താലും. കുടുംബജീവിതത്തിൽ പോലും അങ്ങനെയല്ലേ, ഇങ്ങോട്ട് ഈ എക്സ്പെക്റ്റേഷൻസ് ആണല്ലോ മനുഷ്യൻ്റെ ഹാപ്പിനെസ് കുറയ്ക്കുക എന്ന് പറയുന്നത്. ഒരു പ്രതീക്ഷകളും ഇല്ലാതെ തമ്പുരാൻ പറഞ്ഞ പോലെ അല്ലേ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിച്ച കർത്താവിനെ പോലെ ആകാൻ പറ്റുവാണെങ്കിൽ. പക്ഷെ അങ്ങനെയൊക്കെ പറ്റുമോ നമുക്ക്? ഈ ഒന്നും പ്രതീക്ഷിക്കാതെ, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടിങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ? അത് ഈ കുറേയൊക്കെ നമുക്കൊരു അറിവുണ്ടെങ്കിൽ ഇത് പറ്റുമേ. കുറച്ചൊക്കെ നമുക്കൊരു പലപ്പോഴും അജ്ഞത നമ്മളുടെ അപകടമാണ്. നമ്മൾ ഓരോ മനുഷ്യനെയും കാണുമ്പോൾ ഓർക്കണം, ഈ 4 കാര്യങ്ങളാണ് മനുഷ്യനെ അവൻ്റെ ജീവിതം ഫോം ചെയ്യുന്നത്. 4 കാര്യങ്ങൾ. അവൻ്റെ 4-1 അവന് കിട്ടിയത് അധ്യാപകരിൽ നിന്നാണ്, ഗുരുക്കന്മാരിൽ നിന്നാണ്. നല്ല അധ്യാപകർ, നല്ല ഗുരുക്കന്മാർ, നല്ല പ്രബോധനങ്ങൾ, അവരൊക്കെ പഠിപ്പിച്ച ചിന്തകളും ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉള്ളവൻ്റെ ജീവിതത്തിൽ അതൊരു ഭാഗത്ത് അങ്ങനെ കിടക്കും. നല്ല ഗുരുക്കന്മാർ. 4-1 സ്വയം ആർജിക്കുന്നതാണ്. കള്ളുകുടി, പെണ്ണുപിടി, പുകവലി, മയക്കുമരുന്ന്, ആസക്തികൾ, അത് ചുമ്മാ സ്വയം അങ്ങ് ചിന്തിച്ച് വെക്കുന്ന, സ്വന്തം അടിമപ്പെട്ട, അതാണ് സ്വയാർജിതമാണ് 4-1. പിന്നത്തെ 4-1 ഫ്രണ്ട്സിൽ നിന്നാണ്, സുഹൃത്തുക്കൾ തരുന്നതാണ് 4-1. ഇവിടെ പറയും 4-1 ഗുരുഭൂതർ, 4-1 സ്വയാർജിതം, 4-1 സെൽ ബന്ധങ്ങൾ എന്നാണ്. നല്ല കൂട്ടുകാരെ കിട്ടിയോ മാറ്റം വരും. പിന്നത്തെ 4-1 കാലം പഠിപ്പിക്കുന്നതാണ്. ഓരോ 10 വയസ്സ് കൂടുമ്പം നമ്മുടെ കാലങ്ങൾ മാറുമ്പം 10-ാം വയസ്സിലെ ഞാനല്ല 60-ലെ ഞാൻ, 60-ലെ ഞാനല്ല 80-ലെ ഞാൻ കാലം പഠിപ്പിക്കും. അപ്പം ജീവിത പങ്കാളിയെ കാണുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഈ 4 ചിന്തകൾ വേണം. ഒന്ന്, ഒരു ഭർത്താവാണ്, എൻ്റെ ഭാര്യയെ പഠിപ്പിച്ച ഗുരുജനങ്ങളും ഒരു കാലവും അതിൻ്റെ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഭർത്താവിനെ വെച്ചും അങ്ങനെ. 2, സ്വയാർജിതം. 1 ഉള്ളൂ, 2 ഉള്ളൂ, ഇഷ്ടംപോലെ തിന്നാൻ കുടിക്കാൻ മേളം വെക്കാം, അങ്ങനെ ജീവിച്ച് മറ്റൊരു അന്തരീക്ഷമില്ല. അങ്ങനെ തോന്നി പോലൊക്കെ സ്വന്തം അങ്ങ് ജീവിച്ചു, അങ്ങനെ വന്നതാകായത്. മറ്റൊന്ന് സുഹൃത്ത് ബന്ധങ്ങൾ. കെട്ടിയവൻ കുടിയാൻ ദുഷിച്ച കൂട്ടുകാരനോട് വന്നു പോയതാണ്. കള്ളുകൂടി, പുകവലി, ദുഷിച്ച കൂട്ടിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ ഭാര്യയ്ക്കാണ് ചുമ്മാ ഗോസിപ്പ്, ആവശ്യമില്ലാത്ത വർത്താനം, മേക്കപ്പ്, അലങ്കാരം, ജാടകൾ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. മറ്റൊന്ന് കാലം. അവൾ ജീവിച്ചു വന്ന കാലഘട്ടം അതായിരുന്നു. അവളുടെ വീട്, അവളുടെ അന്തരീക്ഷം, അവളുടെ പേരൻസ്,
ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരുടെ കൂടെ ജീവിച്ചൊരു കാലമുണ്ട്. ആ കാലം അവളെ ഇങ്ങനെയാക്കി. അവളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാനും അങ്ങനെ ആകുമായിരുന്നു. അവനെപ്പോലെ പെരുമാറിയ ഞാനും അവന് കിട്ടിയ ഈ 4 ഫാക്ടേഴ്സ് എന്നെ ബാധിച്ചിരുന്നെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ ഒരു സെൽഫ് മെയ്ഡ് ആൻസർ നമ്മൾ കണ്ടെത്തിയാൽ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവരൻ്റെ തിന്മ ഏറ്റെടുത്ത് അവനോട് താതാത്മ്യം പ്രാപിച്ച ക്രിസ്തു എല്ലാം നന്മയുണ്ടായിട്ടും 2 കള്ളന്മാരുടെ ഐഡൻറ്റിറ്റി ഏറ്റെടുത്ത് അവർക്കിടയിൽ തൂങ്ങിക്കിടന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി നല്ലവരായിട്ട് ജീവിക്കുമ്പോഴും വേദനിപ്പിക്കുന്ന തെറ്റായി പോകുന്ന ചിലരുണ്ട്. അവരുടെ ജീവിതത്തോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചിട്ട് ഞാനും അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ അങ്ങനെ കണ്ടെത്തിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ദാമ്പത്യത്തിൽ വിജയിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കുക, അല്ലേ? ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഭർത്താവിനും ചിന്തിക്കാൻ പറ്റണം, ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഭാര്യയ്ക്കും ചിന്തിക്കാൻ പറ്റുമ്പം പരാതികളില്ലാതെ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. അതല്ലേ ശരിക്കും അച്ഛൻ പറഞ്ഞു വന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, കുടുംബജീവിതം എന്ന് പറയുന്നത് സുഖം മാത്രമല്ലല്ലോ, ദുഃഖവും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ദൈവസ്നേഹം ഒരുപാട് അനുഭവിച്ചവർക്ക് അതെല്ലാം കർത്താവിൻ്റെ പദ്ധതിയാണ് എന്നുള്ള, അല്ലെങ്കിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ അടിയുറച്ച് പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു ട്രസ്റ്റ് നമുക്ക് വരാനായിട്ട് ഈ ദൈവസ്നേഹത്തിന് ഒരുപാട് ഒരു പ്രാധാന്യമില്ലേ ശരിക്കും? നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കി നമ്മൾ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ, ഞാൻ സൂചിപ്പിച്ചല്ലോ, കാലം, അനുഭവങ്ങൾ. നമ്മൾ പ്രപഞ്ചത്തെ നോക്കി ചില പാഠങ്ങൾ പഠിക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു പദ്ധതിയുടെ ഒരു പ്ലാൻ. അതായത് ഒരു വിത്ത് വിതച്ചോ അതിൻ്റെ പദ്ധതിയുണ്ട്, ഇത്ര നാൾ കഴിഞ്ഞാൽ മുളച്ച് പൊട്ടുള്ളൂ, അത് നമുക്കറിയാം. അപ്പം അതിന് ഒരു പ്രീ പ്ലാൻ ഉണ്ട്. അതിൻ്റെ പദ്ധതി പ്രകാരം അതിന് മുളയ്ക്കാൻ ഇത്ര നാളെടുക്കും, ഇത്ര കാലം എടുക്കും, തൈയാകാൻ, വിത്താകാൻ, വിളയാകാൻ കാലമെടുക്കും. അതിൻ്റെ ഒരു പദ്ധതിയുടെ ക്രമീകരണം, അത് കൃത്യമായിട്ട് പദ്ധതി എന്ന് പറയുമ്പം പ്ലാൻ ചെയ്ത് സെറ്റപ്പ് ആകുന്ന രീതിയാണല്ലോ. അതിന് പിന്നെ മാറ്റമില്ല. അതിപ്പം ഇന്നലെ 7 ദിവസം കൊണ്ടാണ് മുളച്ചെങ്കിൽ നാളെ ഇടുമ്പോൾ 3-ാം ദിവസം മുളയ്ക്കുകയല്ല, അതിന് 7 ദിവസം തന്നെ എടുക്കും. അതാണ് ആ വിത്തിനെ കുറിച്ചുള്ള സൃഷ്ടാവിൻ്റെ പദ്ധതി. അങ്ങനെയാണ്. ഇതുപോലെ കുടുംബത്തിലും ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കണ്ടെത്തണം. ഈ ഭൂമിയിൽ സിനിമാ നടന്മാരും സീരിയൽ നടന്മാരും ഈ മോഡൽ ബോയ്സോ ഉണ്ടായിട്ടും എന്തിനാണ് ഈ മനുഷ്യനെ എനിക്ക് തന്നത്? അത് തമ്പുരാൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ആ മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞു ഈ സിനിമാ നടൻ മതി, സീരിയൽ നടൻ മതി എന്ന് ഓർത്തിട്ട് പറ്റുമല്ല. അവൻ്റെ വിശദീകരണത്തിന് ദൈവം അവനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനെന്ന ഭാര്യയല്ലാതെ വേറെ ആരിലും അവൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ വിഷം കൊടുത്ത് കൊന്നതിന്. അപ്പം അവൻ്റെ ജീവിതം സേഫാകാൻ ദൈവം കണ്ടുപിടിച്ച് നിന്നെയാണ്. അപ്പം ആ പദ്ധതി അത് നമുക്ക് ബോധ്യമാണ്, തമ്പുരാൻ്റെ പദ്ധതി. അതുപോലെ ഒരു ഭാര്യ എല്ലാം കൊണ്ടും കുടുംബം കലക്കുന്ന ഭർത്താവിനും പെരുമാറ്റമാണ്. ഞാനെന്ന ഭർത്താവല്ലാതെ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ ഡൈവോഴ്സ് നടന്നു പോയെന്നെയും ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ എത്രയോ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ മോതിരത്തിൽ ഒരു പെണ്ണിൻ്റെ പേരെ എഴുതിയിട്ടുള്ളൂ, ഒരു പുരുഷൻ്റെ പേരേ ഉള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി കിട്ടിയ ആളിതാണ്. ഈ പദ്ധതി ആ നിമിഷത്തെ മനസ്സിലാകിയല്ല, കുറേ കഴിഞ്ഞാൽ പിടിയുള്ളൂ. പോളിയോ ഇഞ്ചക്ഷൻ കിട്ടിക്കുന്ന കുട്ടിക്ക് കരയും, പദ്ധതി മനസ്സിലാകിയല്ല. പക്ഷെ കുറേ കഴിയുമ്പം ദേഹം തളരാതിരിക്കും മനസ്സിലാവും, ആ ഇഞ്ചക്ഷൻ കിട്ടിയതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത്. കോവാക്സിൻ, കോവിഷീൽഡ് കുത്തു കിട്ടി, എന്തിനാന്ന് ഓർത്തു. പക്ഷേ ഒമിക്രോൺ വന്നപ്പം നമ്മൾ പിടിച്ചു നിന്നു. ആ കുത്താണ് ഈ ബലം നമുക്ക് ഇവിടെ തന്നത്. ഇതുപോലെയാണ് ദൈവത്തിന് ഒരു നല്ല ഈറ്റക്കമ്പുണ്ട്. ആ ഈറ്റക്കമ്പിൽ 9 ദ്വാരം വീഴുമ്പോൾ നോവും. പക്ഷേ ആ 9 ദ്വാരം വീണാലേ അത് ഓടക്കുഴൽ ആകത്തുള്ളൂ. തെങ്ങയിലെ ഓല, ഇളം പ്രായത്തിൽ കുരുത്തോല വെട്ടുക, കണ്ണിച്ചില്ലാത്ത മനുഷ്യൻ എന്നെ വെട്ടുന്ന കണ്ടില്ലേ, എന്തൊരു കഷ്ടമെന്ന് ഓല പറയല്ലേ. അങ്ങനെ വെട്ടുന്നതുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ അടയാളമായി കുരുത്തോലയായിരുന്നു മാറുക. അല്ലെങ്കിൽ ഒരു പിടി ചൂട്ടായി ഒരമ്മയുടെ അടിപ്പിൽ കത്തിപ്പോയതിനെ. ഓരോന്നിൻ്റെയും പുറകിൽ ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മൾ ഓർക്കണം, ഇങ്ങനെ കാണലും എന്നതാണോ ഈ തമ്പുരാൻ്റെ പദ്ധതി? അങ്ങനെ ചുമ്മാ ഓർക്കാനെങ്കിലും ഉത്തരം കിട്ടണമെന്നില്ല, അങ്ങനെ ഓർക്കാൻ പഠിക്കണം. അത് തമ്പുരാൻ്റെ സ്നേഹം, പദ്ധതിയുടെ സ്നേഹം പ്രത്യക്ഷത്തിൽ കൈപ്പുള്ള കഷായം പോലെ, പക്ഷേ ജീവിതത്തിന് ബലം. പ്രത്യക്ഷത്തിൽ ഇഞ്ചക്ഷൻ പോലെ, പക്ഷേ ജീവിതത്തിന് ശക്തി. അപ്പം
വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നാളത്തെ മധുരത്തിന് ഇടയാക്കി തീർക്കും. അത് ദാമ്പത്യത്തിൽ എന്നും കുറച്ച് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇത് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പല സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പം ഇതെന്താണ് ഇങ്ങനെയെന്ന് ആലോചിക്കുമ്പോഴും കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം അത് നന്മയ്ക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒത്തിരി അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുമുണ്ട്. ഒത്തിരി അനുഭവം നമ്മൾ മാനുഷിക വികാരത്തിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും പിടികിട്ടുമല്ല. പക്ഷെ കുറച്ച് ശാന്തമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ബോധ്യത്തിലേക്ക് തന്നെ വരും ഇങ്ങനെയാണെന്നുള്ളത്. കാരണം പലപ്പോഴും ചില സാഹചര്യങ്ങൾ നമുക്ക് പോലും മനസ്സിലാവില്ല എന്തിനാണ് ദൈവം ഇത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെന്ന്. അപ്പോൾ ഒരു പ്രാർത്ഥന ചെല്ലാറുണ്ട്, ഈശോയെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതല്ല എൻ്റെ നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ ഇതും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ കുഞ്ഞുമക്കളെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാത്തിലും പഠനത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം മാർക്ക് കുറഞ്ഞാൽ ഉടനെ സൂയിസൈഡാണല്ലോ പലരും. അപ്പോൾ എല്ലാത്തിലും ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് കാണാൻ കൊച്ചുങ്ങളെയും നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണ്ടെത്തലാണ് നമുക്കൊരു ബലം തരുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ കാറ്റും കൂടുമൊക്കെ നമ്മളെ ഒലയ്ക്കും, ജീവിത വഞ്ചിയെ. അത് ഒലയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ നടത്തുകയും അതിൽ ആ ഒരു ബോധ്യത്തിൽ സ്വയം ഉറപ്പിക്കുകയും ചെയ്യണം. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞാലും പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമ്മൾ തകർന്നു പോകാം. എങ്കിലും അടിസ്ഥാനപരമായി തളരരുത്, ഈ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുക. അതാണ് കുടുംബത്തിൻ്റെ ബലം, ദാമ്പത്യത്തിൻ്റെ ബലം. അങ്ങനെ ആവുമ്പം കുടുംബജീവിതത്തിൽ നല്ല ബലപ്പെട്ടവരായി ജീവിക്കാൻ നമുക്കുള്ള കരുത്തിൽ ലഭിക്കും. ഞാൻ ഓർക്കുക അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മൾക്ക് വീഴാതിരിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും വീണു പോകും. പക്ഷേ എഴുന്നേറ്റ് ഓടാനുള്ളൊരു ഊർജ്ജമാണ് ഈ ഒരു തിരുവചനം. എന്തും തമ്പുരാൻ്റെ പദ്ധതിയാണെന്നും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്കൊക്കെ ആ ഒരു ദൈവസ്നേഹം കൂടുതൽ അവരുടെ ജീവിതത്തിൽ നിറയാനായിട്ടുള്ളൊരു അവസരമായിട്ടുണ്ട്. പിന്നെ പല പ്രതിസന്ധികളും നേരിടുന്നവരും കാണുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഏതിനെ ഒരു ദൈവസ്നേഹം ഉള്ളവർക്ക് മാത്രമേ ശരിക്കും ഒരു പദ്ധതിയായിട്ട് നോക്കി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടുതലുണ്ടാവാനും ഇന്നത്തെ അച്ഛൻ്റെ വാക്കുകൾ സഹായിച്ചു കേട്ടോ. താങ്ക് യു. നന്നായിട്ട് പോട്ടെ. താങ്ക് യു.